ഹായ് മക്കളെ, ക്ലാസ് 9 CBSE മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഓറിയന്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ്. ഈ ചാപ്റ്ററിലെ 3 ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ 2 ക്വസ്റ്റ്യൻസ് NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് P and Q be points of trisection of AB. AB എന്ന് പറയുന്ന ലൈൻ, AB എന്ന് പറയുന്ന ലൈൻ ആട്ടോടാ. AB എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ഈ പോയിന്റ് A ആണ്, ഈ പോയിന്റ് B ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് AB എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. ഓക്കെ, അവർ പറയുന്നത് പിയും ക്യൂവും പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ ആണ്. എ ബിയുടെ പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എ ബി എന്ന് പറയുന്ന ലൈനിന്റെ പോയിന്റ് ഓഫ് ട്രൈസെക്ഷൻ, പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ലൈനിനെ ട്രൈ മീൻസ് 3 3 ഈക്വൽ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 3 ഈക്വൽ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് പിയും ക്യൂവും. ദാറ്റ് മീൻസ് പി ഇവിടെയും ക്യൂ ഇവിടെയും വന്നാൽ നിങ്ങൾ നോക്ക്, എ ബി എന്ന ലൈന് 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഈക്വൽ പീസ് ആയിട്ട് സ്പ്ലിറ്റ് ആയില്ലേ. ഒരു പീസ്, 2 പീസ്, 3 പീസ്, 3 ഈക്വൽ പീസ് ആയിട്ട് സ്പ്ലിറ്റ് ആയി. അപ്പോൾ എ ബിന്റെ പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ ആണ് പിയും ക്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, മിഡ് പോയിന്റ് ഫോർമുല അല്ലേ, അത് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, പിയും ക്യൂവും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള എന്താ, എന്റെ കോർഡിനേറ്റ്സ് തന്നിക്ക്. എന്റെ കോർഡിനേറ്റ്സ് 4,7 ആണ്. എ എത്രയാണോ 4,7. ബി എത്രയാ 16, -2. ഇത് നമ്മൾ മിഡ് പോയിന്റ് ഫോർമുല മാത്രം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്താ ചെയ്യുക, മിഡ് പോയിന്റ് ഫോർമുല മാത്രം ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കുക, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ പിന്റെ കോർഡിനേറ്റ്സ് x1 y1 എടുക്കുക, ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് x2 y2 എടുക്കുക. ഓക്കെ, എന്നിട്ട് പിന്റെ കോർഡിനേറ്റ്സിലെ എടാ പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എടാ പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ പീസും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പം ഈ പീസും ഈക്വൽ ആണല്ലോ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ എ ക്യൂ എന്ന ലൈനില്ലേ, എ മുതൽ ക്യൂ വരെയുള്ള ലൈൻ, അതിൻ്റെ മിഡ് പോയിന്റ് അല്ലേ പി ആണ്, അതിൻ്റെ മിഡ് പോയിന്റ് ആണ് പി. അപ്പോൾ പിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ x1 ആണ്. ആ x1ന്റെ ഇക്വേഷൻ എന്താ, രണ്ടറ്റത്തുള്ള, അതായത് പി മിഡ് പോയിന്റ് ആണ്. ഇതിൻ്റെ മിഡ് പോയിന്റ് എ ക്യൂവിൻ്റെ മിഡ് പോയിന്റ് ആണ് പി അല്ലേ. അപ്പോൾ പിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടറ്റത്തുള്ള പോയിന്റ്സിന്റെ എക്സ് കോർഡിനേറ്റ്സിന്റെ സമ്മിന്റെ ഹാഫ് ആണ്. 4 + x2/2 ആണ് അല്ലേ. 4 + x2/2 ആണ്. ഈ /2 ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയാൽ എനിക്ക് 2x1 ആയി, 2 × x1 ആവും, × 2 ആവും. 2x1 = 4 + x2 എന്ന് കിട്ടി അല്ലേ. ഞാൻ അവിടെയുള്ള x2 അങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ അവിടെ 2x1 ഉണ്ട് ഓൾറെഡി. ഇനി അവിടെയുള്ള x2 ഇങ്ങോട്ട് വന്നാൽ -x2 ആയി. അപ്പുറത്താരാ ബാക്കി ഉണ്ടാവുക, 4 മാത്രം ബാക്കി ഉണ്ടാവും, കാരണം x2 അങ്ങോട്ട് പോയല്ലോ. അപ്പോൾ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഓക്കെ ആണേ. ഓക്കെ, ഇതേപോലെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, PB ഈ ലൈൻ നോക്ക്, ഈ പീസും സെയിം അല്ലേ, ഈക്വൽ ലെങ്ത് അല്ലേ, ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ PB എന്ന ലൈൻ്റെ മിഡ് പോയിന്റ് അല്ലേ ക്യൂ ആണ്. നോക്ക്, പി മുതൽ ബി വരെയുള്ള ഈ ലൈൻ അതിൻ്റെ മിഡ് പോയിന്റ് അല്ലേ ക്യൂ ആണ് അല്ലേ. PB എന്ന ലൈൻ്റെ മിഡ് പോയിന്റ് ആണ് ക്യൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ x2 ആണ് അല്ലേ. x2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് എഴുതാം, x2 = എന്താണ്, x2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടറ്റത്തുള്ള പോയിന്റ്സ്, ആ പോയിന്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ ഏവറേജ് എന്താ, x1 + 16/2 ആണ് അല്ലേ, /2 ആണ്. ഇനി ഈ × 2 അങ്ങോട്ട് കൊണ്ടുപോയി, അപ്പോൾ 2x2 ആയി. 2x2 = എന്താ വരിക, അപ്പോൾ തരാ ബാക്കി x1 + 16 ആണ് ബാക്കി. ഇനി ഈ x1 കൂടെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 2x2 - x1 ആവും. എന്താവുക, 2x2 - x1 = 16. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാട്ടോ അങ്ങോട്ടേക്ക്. ഇക്വേഷൻ നമ്പർ ഞാൻ അടുത്ത പേജിലേക്ക് ഒന്നുകൂടി എടുത്ത് എഴുതുകയാണെ. ഈ 1 ഉം 2 കൂടെ നമ്മൾ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്നാലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. 1 ഉം 2 കൂടെ സോൾവ് ചെയ്യണം, എന്നാലേ നമുക്ക് x1 ഉം x2 ഉം കിട്ടുള്ളൂ. കോപ്പി ആയില്ലേ, കിട്ടണോ. ഓക്കെ, ഇനി 1 ഉം 2 കൂടെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ 2 ഒന്ന് മാറ്റി എഴുതുന്നു. ഇക്വേഷൻ 2 ഞാൻ x1 = എന്ന് പറഞ്ഞ് മാറ്റി എഴുതാൻ പോവുക. x1 മാത്രം ഒരു സൈഡിലേക്ക്, അതായത് ഈ -x1 അങ്ങോട്ട് കൊണ്ടുപോയിട്ട് 16 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ -x1 അങ്ങോട്ട് പോയാൽ +x1 ആയി, അവിടെയുള്ള 16 പോയല്ലോ. അതായത് -x1 ഇല്ലടാ, ഇപ്പുറത്ത് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ +x1 ആവും. പിന്നെ 16 അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകും, അപ്പോൾ പിന്നെ 16 അവിടെ ഉണ്ടാവില്ല. അപ്പോൾ x1 മാത്രം, ആ സൈഡിൽ x1 മാത്രം ബാക്കിയാവും. = ഇപ്പുറത്ത് ആരാ ബാക്കിയുള്ളത്, -x1 പോയി കഴിഞ്ഞാൽ 2x2 ബാക്കിയുണ്ട് അല്ലേ, 2x2 ബാക്കിയുണ്ട്. ഓക്കെ, ഇനി ഇവിടെയുള്ള 16 2x2ൻ്റെ അടുത്തോട്ട് പോയാൽ അത് +16 അല്ലേ, അത് ഇങ്ങോട്ട് പോയാൽ -16 ആവും. സോ x1 = 2x2 - 16 വരും. 2x2 - 16 അത് ഇക്വേഷൻ നമ്പർ 3.
ആ ഇക്വേഷൻ നമ്പർ 3യിൽ കിട്ടിയ x1ന്റെ വാല്യൂ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1ൽ x1 പകരം കൊടുക്കണം. ഓക്കെ, സോ എഴുതുക സബ്സ്റ്റിറ്റ്യൂട്ട് 3 in 1 1ൽ കൊടുക്കുക, ഇക്വേഷൻ 1ൽ കൊടുക്കുക. അപ്പോൾ എന്താ x1ന് പകരം നമ്മൾ ഈ വാല്യൂസ് അങ്ങ് കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക 2 × x1 അല്ലേ. അപ്പോൾ 2 × x2നെ കൊണ്ട് x1 മൊത്തത്തിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ x1 എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിലാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ബ്രാക്കറ്റിലിടണം, കാരണം മൊത്തത്തിലാണ് x1 മൊത്തത്തിലാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ അവിടെ x1 എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2x2 - 16 ഒന്നിലധികം ടേംസ് ഉണ്ട്. അപ്പോൾ അത് ബ്രാക്കറ്റിലിടണം. 2x2 - 16. ഓക്കെ, അപ്പോൾ 2x1 നമ്മൾ എഴുതി, 2 × x1 നമ്മൾ എഴുതി. x1 വരെ നമ്മൾ ഈ വാല്യൂ കൊടുത്തു എന്നേ ഉള്ളൂ, വേറെ ഒരു ചേഞ്ചും ഇല്ല. ഇനി ബാക്കി എന്താ -x2 = 4 അല്ലേ. അത് രണ്ടും കൂടി അങ്ങ് എഴുതി വെക്കുക. -x2 = 4. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ എങ്ങനെയാ 2 × 2x2 4x2. ഇനി 2 × -16 -32. യെസ്, ഇനി ലാസ്റ്റ് എന്തുണ്ട്, ഒരു -x2 ഉണ്ട്. -x2 = RHS 4 ആണ്. ഓക്കെ, ഇനി നോക്കിക്കോ 4x2 - x2 4x2 - x2 3x2. ഇനി ഇവിടെയുള്ള -32 അപ്പുറത്തോട്ട് പോയാൽ ആരാ, അപ്പുറത്ത് 4 ഉണ്ട് അല്ലേ, അപ്പുറത്ത് 4 ഉണ്ട്. ഇനി -32 അപ്പുറത്തോട്ട് പോയാൽ +32 ആണ്. ഓക്കെ, സോ 3x2 = 4 + 32 എത്രയാ, 32 + 4 36 ആണ് അല്ലേ. ഓക്കെ, ഇനി × 3 അങ്ങോട്ട് കൊണ്ടുപോവുക, അപ്പോൾ x2 മാത്രം വരും. സോ x2 = എത്ര കിട്ടും, × 3 അങ്ങോട്ട് പോയാൽ അപ്പുറത്ത് ഓൾറെഡി 36 ഉണ്ട്. അപ്പോൾ × 3 അപ്പുറം പോയാൽ /3 36/3 12 അല്ലേ, 3 × 36 x2 36 x2 12 കിട്ടി. ആ കിട്ടിയ x2ന്റെ വാല്യൂ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് x2 = 12 ഇൻ ഇക്വേഷൻ 3ൽ. ഇക്വേഷൻ 3ലെ ഇതാണ്, അതിൽ x2ന് പകരം എന്ത് കൊടുക്കുക, 12 കൊടുക്കുക. അപ്പോൾ എന്താ വരിക, x1 = എന്താ വരിക, x1 = നോക്ക് 2 × x2 2 × x2 എത്രയാണ് 12. അപ്പോൾ 2 × 12 പിന്നെന്താ -16 വരും. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ 2 × 12 എത്രയാ 24 24 - 16 ദാറ്റ് ഈസ് 24 - 16 എത്രയാ 8 അല്ലേ. x1 8 കിട്ടി. ക്ലിയർ അല്ലേ. അപ്പോൾ x1 കിട്ടി, x2 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതിൻ്റെയൊക്കെ പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ ആണ്. പോയിന്റ്സ് ഓഫ് ട്രൈസെക്ഷൻ എന്ന് പറയുമ്പോൾ പിൻ്റെയും ക്യൂൻ്റെ എല്ലാ കോർഡിനേറ്റ്സും നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. അതല്ലാതെ 2 കോർഡിനേറ്റ്സ് മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല അല്ലേ. ഓക്കെ, ഇപ്പം x1 x2 കിട്ടിയത് 8 12 അല്ലേ. കറക്റ്റ്. ഇനി നമുക്ക് ഇതേപോലെ സെയിം മെത്തേഡിൽ നമുക്ക് വൈയും കണ്ടുപിടിക്കണം. മിഡ് പോയിന്റ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ എക്സ് കോർഡിനേറ്റ്സിനെ മാത്രമേ എടുത്തുള്ളൂ, എക്സ് കോർഡിനേറ്റ്സ് മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ഇനി നിങ്ങൾ സെയിം വൈ കോർഡിനേറ്റ് നോക്കുകയാണെങ്കിൽ AQ എന്ന ലൈൻ, ആ ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ് P. അങ്ങനെയാണെങ്കിൽ Pൻ്റെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടറ്റത്തുള്ള പോയിന്റ്സ് ആയിട്ടുള്ള എൻ്റെയും ക്യൂൻ്റെയും വൈ കോർഡിനേറ്റ്സിൻ്റെ ആവറേജ് ആയിരിക്കും. അപ്പോൾ Pൻ്റെ വൈ കോർഡിനേറ്റ് എന്താ y1 ആണ്. y1 സോ y1 = എന്താണ് വരിക, ഇതാണല്ലേ y1. എന്താ രണ്ടരത്തുള്ള പോയിന്റ്സ്, ആ 2 പോയിന്റ്സിൻ്റെ വൈ കോർഡിനേറ്റ്സ് എടുക്കുക. 7 + y2 അതേ /2 ആയിരിക്കും. 7 + y2 / 2 7 + y2 / 2. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ 2y1 ആയി. പിന്നെ =7 + y2 എന്ന് വരും. അതിന് നമുക്ക് y2 സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് y2 ഡയറക്റ്റ് എഴുതാം. y2 7 അങ്ങോട്ട് പോയാൽ 2y1 - 7 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഡയറക്റ്റ്ലി ഞാൻ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതാ കുറച്ചുകൂടെ എളുപ്പം. മറ്റേ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഞാൻ എലിമിനേഷൻ മെത്തേഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തായിരുന്നു. പക്ഷേ എലിമിനേഷൻ വേണം. എലിമിനേഷൻ നിങ്ങൾക്ക് ഭാവിയിൽ പഠിക്കാനുണ്ടാവുള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, എലിമിനേഷൻ മെത്തേഡ് പഠിക്കാൻ കുറച്ചധികം പഠിക്കാറുണ്ട്. നമുക്കത് വരുന്നുണ്ട്, 9th തന്നെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ y2 = 2y1 - 7 എന്ന് വന്നു. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 1. സിമിലർലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ PB എന്ന ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് Q അല്ലേ. അങ്ങനെയാണെങ്കിൽ Qന്റെ വൈ കോർഡിനേറ്റ് y2 എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടറ്റത്തുള്ള വൈ കോർഡിനേറ്റ്സിന്റെ ആവറേജ്. ഇപ്പോൾ y2 = എന്താണ് നോക്കുക, y2 എന്ന് പറഞ്ഞാൽ ഇതല്ലേ. ഇത് പറഞ്ഞാൽ എന്താ y1 + -2 അല്ലേ. ഇത് രണ്ടിന്റെ സം, ഈ 2 വൈ കോർഡിനേറ്റ്സിന്റെ സം. y1 + -2 എന്ന് പറഞ്ഞാൽ y1 - 2 ആണ്. y1 + -2 എന്ന് പറഞ്ഞാൽ y1 - 2 ആവും /2. y1 - 2/2 ആണ്. ഓക്കെ, ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയാൽ 2y2 എന്ന് കിട്ടി. 2y2 = y1 - 2. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ നമ്പർ 2ൽ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 1 ഇൻ ഇക്വേഷൻ നമ്പർ 2.
ഇക്വേഷൻ നമ്പർ 2 ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇക്വേഷൻ നമ്പർ 2 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 y2ൻ്റെ വാല്യൂ ആണ്. അത് ഇക്വേഷൻ നമ്പർ 2 y2ന് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താ ഇക്വേഷൻ നമ്പർ 2 2 ഇൻറ്റു എന്താ y2 അല്ലേ, 2 ഇൻറ്റു y2 ആണ്. y2ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വാല്യൂ എന്താ? 2y1 - 5. അത് ബ്രാക്കറ്റിൽ എഴുതണം, ഒന്നിലധികം ടേംസിലുണ്ട്. 2y1 - 7 കൊടുത്തു. ഓക്കെ, y2ന് പകരം ഈക്വൽ ടു RHS എന്താ? y1 - 2 ആണ്. y1 - 2. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തോ. 2 ഇൻറ്റു 2y1 എന്താ? 2 ഇൻറ്റു 2y1 എന്താ? നോക്കുക, എന്താണ്? 2 ഇൻറ്റു 2y1 4y1. ഓക്കെ, ഇനി 2 ഇൻറ്റു -7 4y1 2 ഇൻറ്റു -7 -14. ഓക്കെ, ഇസ് ഈക്വൽ ടു RHSൽ എന്താ ഉള്ളത്? y1 - 2 y1 - 2 അല്ലേ? ഇനി നോക്കിക്കോ, അവിടെയുള്ള y1 നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇവിടെയുള്ള -14 നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ഓക്കെ, ഇനി നോക്കിക്കോ, ഇവിടെ 4y1 ഇല്ലേ, അത് എഴുതി. ഇനി അവിടെയുള്ള +y1 പുറത്തോട്ട് വന്നെന്തായി? -y1 ആയി. ഓക്കെ, ഈക്വൽ ടു അപ്പുറത്ത് ഓൾറെഡി -2 ഉണ്ട്, അത് എഴുതി. ഇനി ഇവിടെയുള്ള -14 അപ്പുറത്തോട്ട് പോയാൽ എന്തായി? +14 ആയി. ഓക്കെ, സോ 4y1 - y1 ദാറ്റ് ഈസ് 3y1 അല്ലേ, ഇസ് ഈക്വൽ ടു -2 + 14 അല്ലേ. -2 + 14 എന്ന് പറയുമ്പോൾ തിരിച്ച് വെച്ചാൽ 14 - 2 12. അപ്പോൾ y1 എത്ര കിട്ടും? ഇൻറ്റു 3 അപ്പുറം പോയാൽ /3 ആവും. 12/3 4 എന്ന് വരും. ഇനി ആ കിട്ടിയ y1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നിങ്ങൾ. സബ്സ്റ്റിറ്റ്യൂട്ട് y1 = 4 ഇൻ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y1ൻ്റെ വാല്യൂ നമ്മൾ നേരെ എഴുതി വെച്ചിക്കല്ലോ, അല്ല y2ൻ്റെ വാല്യൂ. ആ കിട്ടിയ y1ൻ്റെ വാല്യൂ നിങ്ങൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 എന്താ? ഇതാണ് ഇക്വേഷൻ നമ്പർ 1. അതിൽ y1 വരെ 4 കൊടുക്കണം. അപ്പോൾ ബാക്കിയൊക്കെ അങ്ങനെ തന്നെ എഴുതാം. y2 അങ്ങനെ തന്നെ എഴുതാം. y2 is equal to നോക്ക് എന്താ? 2 ഇൻറ്റു y1 ആണ്. അതിൽ y1 വരെ 4 കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 2 ഇൻറ്റു 4 -7. സോ 2 4 8 -7 അല്ലേ, 1. y2 8 1 കിട്ടി. നമുക്ക് എഴുതേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ്? പിയും ക്യൂ ആണ്. പി എന്ന് പറഞ്ഞാൽ x1 y1 ആണ്. x1, y1 ദാറ്റ്സ് ഈക്വൽ ടു x1 നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. എത്രയാ? 8. y1 നമുക്ക് ഇപ്പോൾ കിട്ടി 4. 8, 4 ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? x2, y2 ദാറ്റ്സ് ഈക്വൽ ടു x2 എത്രയാ? x2 നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 12 ആണ്. y2 എത്രയാ? 1. അപ്പോൾ 4ഉം 1ഉം അല്ലേ, 8 - 4 1 കറക്റ്റ്. ഓക്കെ, 2 പോയിന്റ്സ് നമുക്ക് കിട്ടി, പിയും കിട്ടി ക്യൂവും കിട്ടി. ഇങ്ങനെയാണ് മിഡ് പോയിന്റ് ഫോർമുല മാത്രം ഉപയോഗിച്ചിട്ട് ഇത് കണ്ടുപിടിക്കുക കേട്ടോ. ഇനി അതല്ലാണ്ട് ഒരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ നോക്കുക, 4 എന്ന് ബിയിലെത്താൻ എക്സ് കോർഡിനേറ്റ് എത്ര കൂടി? 4 16 എത്തണമെങ്കിൽ എത്ര കൂടി? 12 കൂടി. ആ 12നെ 3 ഈക്വൽ പീസാക്കി ഡിവൈഡ് ചെയ്യും. 4 അല്ലെ, 12നെ 3 ഈക്വൽ, നിങ്ങൾ നോക്കുക എക്സ് കോർഡിനേറ്റ് എത്രയാണ് കൂടിയത്? 4 16 എത്താൻ 12 കൂടി. ആ 12നെ 3 ഈക്വൽ പീസാക്കി ഡിവൈഡ് ചെയ്താൽ 12/3 4 വെച്ചിട്ട് കൂടണം അല്ലെ, 4 വെച്ച് കൂടണം. ആദ്യം 4 കൂടിയാൽ 4 + 4 8 ആവണം, പിന്നെ 8 + 4 12 ആവണം, പിന്നെ 16. അപ്പോൾ ആദ്യം 4നോട് 4 കൂട്ടുക, 8 ഇവിടെ 8 വരും, പിന്നെ 4 കൂട്ടുക, പിന്നെ 12. അതായത് 4 8 12 16 കറക്റ്റായിട്ട് കൂടിപ്പോയി. അപ്പോൾ എക്സ് കോർഡിനേറ്റ്സ് കിട്ടി. ഇനി വൈ കോർഡിനേറ്റ്സ് ഇതേപോലെ തന്നെ നോക്കിയാൽ മതി. 7 ആണ്. 7 -2 എത്തുന്നുണ്ട്. 7 -2 എത്തണമെങ്കിൽ 9 കുറയണം അല്ലെ, 9 കുറയണം. അപ്പോൾ 9 കുറയാന്ന് പറയുമ്പോൾ 9 3 ഈക്വൽ പീസായി ഡിവൈഡ് ചെയ്താൽ 9/3 3 ആണ് കിട്ടുക. 3 വെച്ച് കുറച്ച് പോവുക. എങ്ങനെയാ 7 -2ലേക്കല്ലേ, അപ്പോൾ കുറയാ വേണ്ടത്. 3 വെച്ച് കുറയ്ക്കുക. 7 3 കുറഞ്ഞാൽ ഇവിടെ 4 വരും, 4 3 കുറഞ്ഞാൽ ഇവിടെ 1 വരും, 1 3 കുറഞ്ഞാൽ -2. ഇതാണ് ഒരു എളുപ്പ വഴി. MCQ ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാം. പിന്നെ നല്ല മിഡ് പോയിന്റ് വെച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു MCQ അല്ലാന്ന് വിചാരിക്കുക, ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെന്ന് വിചാരിക്കുക. അതപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് തന്നെ വെച്ച് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ. ഓക്കെ, സോ let's go to the third question. Next question, second question. The midpoints of sides of a triangle ABC are the points D, E and F. ഒരു ട്രയാങ്കിൾ ABC ഉണ്ടോ? ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ABC. അതിൽ AB-യുടെ മിഡ് പോയിന്റ് ആണ് D, BC-യുടെ മിഡ് പോയിന്റ് ആണ് E, AC-യുടെ മിഡ് പോയിന്റ് ആണ് DEF അല്ലേ, F. ഓക്കെ, ഡിൻ്റെ ഇൻ്റെ എഫിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എന്താ? ഡിൻ്റെത് 5,1, ഇത് 5,1, പിന്നെ ഇൻ്റെത് 6,5, പിന്നെ എഫിൻ്റെത് 0,3,
അങ്ങനെയാണ് എൻ്റെ ബിൻ്റെ സിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. എൻ്റെ ബിൻ്റെ സിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. നിങ്ങൾ എന്തെടുക്കുക, നിങ്ങൾക്ക് അറിയില്ലല്ലോ എൻ്റെ ബിൻ്റെ സിൻ്റെ കോർഡിനേറ്റ്സ്. നിങ്ങൾ എന്തെടുക്കുക, എൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് നിങ്ങൾ x1 y1, ബിൻ്റെത് x2 y2, സിൻ്റെത് x3 y3. ഓക്കെ, നമുക്ക് ആദ്യം എക്സ് കോർഡിനേറ്റ്സ് മാത്രം നോക്കാം. ആദ്യം നമ്മൾ എക്സ് കോർഡിനേറ്റ്സ് മാത്രം നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് x1 y1 കണ്ടുപിടിക്കണം, x2 y2 വേണം, x2 y2 വേണം, x3 y3 വേണം. ഈ 3 പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഇതിലെ എക്സ് കോർഡിനേറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓരോ പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. നിങ്ങൾക്കറിയാം എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഡി അല്ലേ. അപ്പോൾ എ ബിയുടെ മിഡ് പോയിന്റ് ആയിട്ടുള്ള ഡിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ 5 ആണ്. അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, രണ്ടറ്റത്തുള്ള എക്സ് കോർഡിനേറ്റ്സിന്റെ ഏവറേജ് അല്ലേ, അതിന്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ x1 + x2 / 2, x1 + x2 / 2 ആണെന്ത് മിഡിലുള്ള പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 5. അപ്പോൾ നമുക്ക് ഈ 2 അങ്ങോട്ട് ഉണ്ടായാൽ നമുക്കൊരു ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. എന്താ, ഇപ്പുറത്തെ x1 + x2 മാത്രം ബാക്കിയായി. ഇസ് ഈക്വൽ ടു, ഇനി ഡിവൈഡഡ് ബൈ 2 അല്ലേ, അത് അങ്ങോട്ട് പോയാൽ × 2 ആയി. 2 × 5 10. ഇക്വേഷൻ നമ്പർ 1. ഇനി ബി സിയുടെ മിഡ് പോയിന്റ്, ബി സി ഏതാ ലൈന്, ഇതാണ് ലൈന്. ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ഇ. അപ്പോൾ ഈൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അത് എന്തിൻ്റെ ഏവറേജാ, രണ്ടടുത്തുള്ള പോയിന്റ്സ് x2 + x3, അത് / 2 ആണ് നടുക്കുള്ള 6 വരിക അല്ലേ. അപ്പോൾ എഴുതാ x2 + x3 / 2, അതാണ് മിഡിലുള്ള പോയിന്റ് എക്സ് കോർഡിനേറ്റ് 6. സോ x2 + x3 എത്ര കിട്ടും, അടിയിലുള്ള 2 അങ്ങോട്ട് പോയാൽ × 2, 6 × 2 12. ഇക്വേഷൻ നമ്പർ 2 ആയി. ഇനി അടുത്തത് എ സി എന്നുള്ള ലൈൻ സെഗ്മെന്റ് നോക്കുക. എ സി എന്നുള്ള ലൈൻ സെഗ്മെന്റ്, അതിൻ്റെ മിഡ് പോയിന്റ് ആണ് എഫ്. അപ്പോൾ എഫിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എഫിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 അല്ലേ. 0 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാ, രണ്ടറ്റത്തുള്ള പോയിന്റ്സിന്റെ എക്സ് കോർഡിനേറ്റ്സിന്റെ ആവറേജിന് x1 + x3 / 2, x1 + x3 / 2, 2 അങ്ങോട്ട് പോയാൽ × 0 ആവും. അപ്പോൾ x1 + x3 = 2 × 0. അത് ഇക്വേഷൻ നമ്പർ 3, x1 + x3 = 0. ഓക്കെ, നമുക്ക് ഈ 3 ഇക്വേഷൻസും അടുത്ത പേജിലേക്ക് ഒന്ന് മാറ്റി എഴുതാം. x1 + x2 = 10, കോപ്പി ചെയ്തു. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 അല്ലേ, അല്ല നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഇക്വേഷൻ വന്നത്. മൂന്നും കൂടെ കോപ്പി ചെയ്യാൻ പറ്റും നോക്കട്ടെ. യെസ്, ഈ 3 ഇക്വേഷൻ ഞാൻ അടുത്ത പേജിലേക്ക് ഒന്ന് മാറ്റി എഴുതിയ മക്കളെ. യെസ്, 1 2 3. ഇങ്ങനെ 3 ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ, അതായത് ആകെ ടോട്ടൽ അറിയാത്ത അൺനോൺ ആയിട്ടുള്ള വേരിയബിൾസ് 3 ഉള്ളൂ. x1 x2 x3 നമുക്കറിയാത്ത 3 വേരിയബിൾസ് ഉള്ളൂ. x1 x2 x3 അത് 3 വെച്ചിട്ട് 3 ഇക്വേഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ അറിയോ, ആദ്യത്തിൽ x1 x2 പിന്നെ x2 x3 പിന്നെ x1 x3, അതായത് 2 വെച്ചിട്ട് പെയറാക്കി എഴുതിയിട്ടുള്ള 3 ഇക്വേഷൻസാണ്. ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടി അറിയോ, ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ അറിയോ, സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ 3 കൂടി ആദ്യം ആഡ് ചെയ്യാം. 1 + 2 + 3 gives 3 കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക, നിങ്ങൾ നോക്കുക. ഇവിടെ x1 ഉണ്ട്, ആദ്യം LHS 3 കൂടി LHS ആഡ് ചെയ്യണം. അതായത് ഇതാണ് LHS ഫസ്റ്റിൻ്റെ, ഇത് സെക്കൻഡ് LHS, ഇത് തേർഡ് LHS. 3 കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, x1 + x1 2x1, x2 + x2 2x2, x3 + x3 2x3, എല്ലാം 2 വെച്ചിട്ട്, അതായത് 2x1 + 2x2 + 2x3 ദാറ്റ്സ് ഈക്വൽ. ഇനി RHS ആഡ് ചെയ്യും, 10 + 12 + 0 22 അല്ലേ. ഇനി 2 പുറത്തെടുക്കുക കോമൺ ആയിട്ട്. ഈ 3 ടേംസിൽ നിന്ന് 2 കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ. 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 2 × ബ്രാക്കറ്റിൽ x1 + x2 + x3 ദാറ്റ്സ് ഈക്വൽ ടു RHS എന്താ 22. ഈ × 2 അപ്പുറം പോയാൽ എന്തായി, LHSൽ x1 + x2 + x3 = × 2 അപ്പുറം പോയാൽ ഡിവൈഡ് ബൈ 2, 22/2 11 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, 4 നിന്ന് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്ത് നോക്ക്. ഇക്വേഷൻ നമ്പർ 4 - 1, ഇക്വേഷൻ നമ്പർ 4 - 1 ചെയ്യണം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4 - 1 ചെയ്യും. 4 1 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്ര മാത്രമാണ്. 4ന്റെ LHS ആദ്യം 1ന്റെ LHS മൈനസ് ചെയ്യാം. 4ന്റെ LHS 1ന്റെ LHS മൈനസ് ചെയ്യാം. ഓക്കെ, 4ന്റെ LHS എന്താ, 4ന്റെ LHS x1 + x2 + x3 ആണ്. അതിൽ നിന്ന് 1ന്റെ LHS എന്താ, x1 + x2 മൈനസ് ചെയ്യണം. അതായത് x1 നിന്ന് x1 പോയി, x2 നിന്ന് x2 പോയി, ബാക്കി ആരാളുള്ളത്, x3. സോ വി ഗോട്ട് x3 = ഇനി RHS മൈനസ് ചെയ്യും. 4 നിന്ന് 1 അല്ലേ മൈനസ് ചെയ്യുന്നത് നമ്മൾ, അല്ല ഞാൻ എഴുതിയിട്ടില്ല.
4 മൈനസ് 1 ഓക്കെ. അപ്പോൾ 4ൻ്റെ LHS RHS 1ൻ്റെ RHS മൈനസ് ചെയ്യുക 10 അല്ലേ. 4 മൈനസ് 1 അല്ലേ. അപ്പോൾ 11 മൈനസ് 10 അല്ലേ. 4 മൈനസ് 1 ഓക്കെ. 11 മൈനസ് 10 ദാറ്റ് ഈസ് 1. x3 നമുക്ക് 1 കിട്ടും. x3ൻ്റെ വാല്യൂ നമുക്ക് 1 കിട്ടി. ഇനി സിമിലർലി നിങ്ങൾ 4ന്ന് 2 മൈനസ് ചെയ്യും. ഇക്വേഷൻ 4ന്ന് 2 മൈനസ് ചെയ്യും. 2 മൈനസ് ചെയ്താൽ നിങ്ങൾ ആലോചിക്കുക ഇക്വേഷൻ 4 ഏതാ. ഇക്വേഷൻ 4 ഏതാ. ഇക്വേഷൻ 4ൻ്റെ LHS ആദ്യം 2ൻ്റെ LHS മൈനസ് ചെയ്യണം. 4ൻ്റെ LHS ആദ്യം 2ൻ്റെ LHS മൈനസ് ചെയ്യണം. 2ൻ്റെ LHS ഇതാണ്. നിങ്ങൾ നോക്ക് x2 x2 പോയി, x3 x3 പോയി, ബാക്കി ആരുള്ളത് x1 ആണുള്ളത്. സോ x1 ഈസ് ഈക്വൽ ടു നോക്ക് RHS 4ൻ്റെ RHS 4 മൈനസ് 2 ആണ്. അപ്പോൾ 4ൻ്റെ RHS 2ൻ്റെ RHS മൈനസ് ചെയ്യുക. 2ൻ്റെ RHS 12. അപ്പോൾ 11 മൈനസ് 12 ദാറ്റ് ഈസ് 11 മൈനസ് 12 മൈനസ് 1. x2 മൈനസ് 1 ആണ്. ഓക്കെ. അടുത്തത് അല്ല x1 അല്ല കിട്ടിയത്. x1 ആണ്. x1 മൈനസ് 1. അടുത്തത് ഇനി 4 മൈനസ് 3 ചെയ്യാം. 4 മൈനസ് 3 എന്ന് പറയുമ്പോൾ 4ൻ്റെ LHS ഇതാണ്, 3ൻ്റെ LHS ഇതാണ്. ഓക്കെ. x1 x1 പോയി, x3 x3 പോയി, ബാക്കിയുള്ളത് x2 ആണ്. x2 is equal to നോക്ക് എന്താ ചെയ്യേണ്ടത്. 4ൻ്റെ RHS ഇനി 3ൻ്റെ RHS മൈനസ് ചെയ്യണം. 4 മൈനസ് 3 അപ്പോൾ 4ൻ്റെ RHS 3ൻ്റെ RHS മൈനസ് ചെയ്യാം. നോക്ക് എത്രയാ 11 മൈനസ് 0 11 x2 11 ആണ്. ഓക്കെ അല്ലേ. ഇതേപോലെ നമ്മൾ y കോർഡിനേറ്റ്സും കണ്ടുപിടിക്കണം. സിമിലർലി നമ്മൾ y കോർഡിനേറ്റ്സും കണ്ടുപിടിക്കണം. എങ്ങനെയാ പറഞ്ഞുതരാം. നമുക്ക് സിമിലർലി നമുക്ക് എന്ത് എഴുതാം, y കോർഡിനേറ്റ്സിൻ്റെ എഴുതാം. y കോർഡിനേറ്റ്സ് എങ്ങനെയാണ് വരിക. ഈ പോയിന്റ് മിഡ് പോയിന്റ് അല്ലേ. നമുക്ക് ആദ്യം AB എടുക്കാം. ആദ്യം AB എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് മിഡ് പോയിന്റ് ആണ് അല്ലേ. അപ്പോൾ ഈ പോയിന്റിന്റെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടറ്റത്തുള്ള y കോർഡിനേറ്റ്സിന്റെ ആവറേജ് ആയിരിക്കും. സോ y1 പ്ലസ് y2/2 ആണ് ഈ പോയിന്റിന്റെ y കോർഡിനേറ്റ് 1 അല്ലേ. 1 എന്ന് പറഞ്ഞാൽ എന്താ y1 പ്ലസ് y2/2. 1 എന്ന് പറഞ്ഞാൽ എന്താ 1 ഈക്വൽ ടു y1 പ്ലസ് y2/2 ആണ് അല്ലേ. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് അടുത്ത പേജിലേക്ക് എഴുതാം. ട്രയാങ്കിൾ അടുത്ത പേജിലേക്ക് എഴുതാം അല്ലേ. കോപ്പി ചെയ്യാം അല്ലേ. അവിടെ നിൽക്കട്ടെ. ഓക്കെ. നമുക്കറിയാം ഈ പോയിന്റ് മിഡ് പോയിന്റ് അല്ലേ. അപ്പോൾ ഈ പോയിന്റ് y കോർഡിനേറ്റ് തന്നെ രണ്ടടുത്തുള്ള y കോർഡിനേറ്റ്സിന്റെ ആവറേജാണ്. അപ്പോൾ 1 ഈക്വൽ ടു y1 പ്ലസ് y2/2. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ 2 അങ്ങോട്ട് പോയാൽ ഇപ്പുറത്ത് ഭാഗത്ത് റൈറ്റ് സൈഡിൽ y1 പ്ലസ് y2 മാത്രം ബാക്കിയാവും. ഈക്വൽ ടു ഡിവൈഡ് ബൈ 2 1ൻ്റെ അടുത്ത് പോവുക ഇൻറ്റു 2 1 ഇൻറ്റു 2. സോ ഇക്വേഷൻ നമ്പർ 1 ആണിത്. ഓക്കെ. ഇനി നമ്മൾ ഈ പോയിന്റ് എടുക്കാമെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമുക്ക് BC എടുക്കാം. രണ്ടാമത് BC എടുക്കാം. y2 എടുക്കാം. ഇതെടുക്കാം B2. ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈ പോയിന്റ് എടുക്കാം. ഈ പോയിന്റ് എടുത്താൽ ഈ പോയിന്റ് y കോർഡിനേറ്റ് എന്താ 5 ആണ്. 5 is equal to ഇനി രണ്ടറ്റത്തുള്ള പോയിന്റ്സിന്റെ y കോർഡിനേറ്റ്സിന്റെ ആവറേജ് അല്ലെ എന്താ 5 is equal to എന്താ y2 പ്ലസ് y3/2. എന്താണ് y2 പ്ലസ് y3/2 ആണ് അല്ലെ. y2 പ്ലസ് y3/2 ആണ് 5. ഈ ഡിവൈഡ് ബൈ 2 അങ്ങോട്ട് കൊണ്ടുപോയാൽ റൈറ്റ് സൈഡിൽ ആര് മാത്രം ബാക്കിയാവും y2 പ്ലസ് y3 മാത്രം ബാക്കിയാവും. ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 2 നേരെ 5ൻ്റെ അടുത്തോട്ട് പോയാൽ 2 × 5 ആയി ദാറ്റ് ഈസ് 10. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ. അടുത്തത് നിങ്ങൾ നോക്കിയാൽ ഈ പോയിന്റിന്റെ മിഡ് പോയിന്റ് അല്ലേ F. അപ്പോൾ Fന്റെ y കോർഡിനേറ്റ് എന്താ 3 is equal to എന്താ വരിക രണ്ടറ്റത്തുള്ള പോയിന്റ്സിന്റെ y കോർഡിനേറ്റ്സിന്റെ ആവറേജ് അതായത് y1 പ്ലസ് y3/2. അല്ലേ. ഡിവൈഡഡ് ബൈ 2 നേരെ അങ്ങോട്ട് പോയാൽ ഇൻറ്റു 2 ആവേ. അപ്പോൾ റൈറ്റ് സൈഡിൽ ആരാ ബാക്കി y1 പ്ലസ് y3. y1 പ്ലസ് y3 is equal to ഡിവൈഡഡ് ബൈ 2 3ൻ്റെ അടുത്തോട്ട് പോയാൽ ഇൻറ്റു 3 ആയി. അപ്പോൾ 2 × 3 6. ഇക്വേഷൻ നമ്പർ 3. ഞാൻ ഈ 3 ഇക്വേഷൻസ് ഒന്ന് ഒരുമിച്ച് എഴുതാം. ഓക്കെ. അടുത്ത സ്റ്റെപ്പ് എന്താ 3 ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യാം. അത് എഴുതണേ 1 + 2 + 3 എന്ന് എഴുതണം കേട്ടോ. സ്റ്റെപ്പ് എഴുതണേ. ഓക്കെ. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും y1 പ്ലസ് y1 2y1 y2 പ്ലസ് y2 2y2 y3 പ്ലസ് y3 2y3 2y1 പ്ലസ് 2y3 പ്ലസ് 2y2 അല്ലേ. y2 പ്ലസ് 2y3 ഇസ് ഈക്വൽ ടു RHS എല്ലാം ആഡ് ചെയ്യാം. 2 + 10 + 6 6 × 8 10 8 ഓക്കെ. 2 പുറത്തെടുത്തിട്ട് ആ പുറത്തെടുക്കുന്ന 2 18ൻ്റെ സൈഡിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആര് ബാക്കി എല്ലാ ടേംസിനും 2 പുറത്തെടുത്തല്ലേ. സോ y1 പ്ലസ് y2 പ്ലസ് y3 ഈക്വൽ ടു ആ പുറത്തെടുക്കുന്ന 2 × 2 ആയിട്ടാണ് വരിക. ഇൻറ്റു 2 നമ്മൾ 18ൻ്റെ അടുത്തോട്ട് പോയാൽ 18/2 ആവും. ദാറ്റ് ഇസ് 9.
9. ഇതാണ് ഇക്വേഷൻ നമ്പർ 3. 3 നമ്മൾ എന്ത് ചെയ്യുക, 1 മൈനസ് ചെയ്യുക. 3 1 മൈനസ് ചെയ്താൽ നിങ്ങൾ നോക്കുക, 3 1 മൈനസ് ചെയ്യുക അല്ലേ. ഇവിടെ y1 ഉണ്ട്, ഇവിടെ y1 ഉണ്ട്. 1 y1 മൈനസ് ആയി പോയി. y2 y2 പോയി. പിന്നെ ആരാ ബാക്കി? y3 ബാക്കി. സോ y3 is equal to RHS 1ന്റെ RHS മൈനസ് ചെയ്യുക, 3ന്റെ RHS 1ന്റെ RHS മൈനസ് ചെയ്യുക. 9 - 2 7. അപ്പോൾ y3 7 കിട്ടി. ഇനി 3 2 മൈനസ് ചെയ്യും. 3 2 മൈനസ് ചെയ്താൽ 2ലെ LHS എന്താ? y2 + y3 ആ. അപ്പോൾ y2 y3യും 3ന്റെ LHS 2ന്റെ LHS പോകുമ്പോൾ y2 y3യും മൈനസ് ആയി പോയി. ബാക്കി എന്താ ഉണ്ടാവുക? y1 ബാക്കി ഉണ്ടാവും. സോ y1 is equal to, ഇനി 3ന്റെ RHS 2ന്റെ RHS മൈനസ് ചെയ്യണം. 9 - 10 -1. y1 -1 ആണ്. ഇനി അടുത്തത് 3 1 മൈനസ് ചെയ്യണം, അല്ല 3 3 മൈനസ് ചെയ്യണം. സോറി, ഇത് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എഴുതണം കേട്ടോ, കാരണം ഓൾറെഡി ഇക്വേഷൻ നമ്പർ 3 നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് പുതിയ ഇക്വേഷൻ നമ്പർ 4 ആണ്. അപ്പോൾ 4 - 1 4 - 2 4 - 3 എന്നാട്ടോ വരിക. 4 - 3 എന്താ കിട്ടുക? 4 - 3 എന്താ കിട്ടുക? നോക്ക്, 4 എന്ന് പറയുമ്പോൾ y1 + y3 അവിടെ ഉള്ളത് അല്ലേ. 3 എന്ന് പറയുമ്പോൾ ഇക്വേഷൻ 3 y1 + y3 ഉള്ളത്. അപ്പോൾ ഇക്വേഷൻ 4ന്റെ LHS ഇക്വേഷൻ 3ന്റെ LHS മൈനസ് ചെയ്യാൻ പറയുമ്പോൾ y1 y3യും പോകണം. y1 y3യും പോയി. ബാക്കി ആരുള്ളത്? ബാക്കി y2 ഉള്ളത്. y2 = RHS മൈനസ് ചെയ്യാന്ന് പറയുമ്പോൾ 9 - 6 3. y2 = 3. y2 = 3. അപ്പോൾ പോയിന്റ്സ് ഏതൊക്കെയാണ് വരിക? d is equal to d എന്താ? x1 d എന്താ നമ്മൾ എടുത്ത്, സോറി d അല്ല, നമുക്ക് a b c അല്ലേ കണ്ടുപിടിക്കുന്നത്. സോ a is equal to x1 y1 is equal to അല്ലേ. നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. x1 എത്രയാ? x1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. x1 -1 ആണ് അല്ലേ. x1 ഇതാ -1 y1 എത്ര കിട്ടി? -1 -1 ആണ് x1 y1. ഓക്കെ, അതേപോലെ b എത്രയാ? b എന്ന് പറയുമ്പോൾ x2b ഇതല്ലേ, x2 y2 എന്ന് പറയുമ്പോൾ x2 എത്ര കിട്ടി? x2 11 കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ x2 y2 ആണ്, x2 11 ആണ്. y2 എത്രയാ? y2 നമുക്കിപ്പോൾ കിട്ടി. y2 ഇതാ 3 11, 3. ഇനി c എന്ന് പറയുമ്പോഴോ? x3, y3 ദാറ്റ്സ് ഈക്വൽ ടു x3 നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ 1. സോ 1, y3 നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. യെസ് 7 1, 7. ഇങ്ങനെയാണ് നമ്മൾ എയും ബിയും സിയും കണ്ടുപിടിക്കുക. അത്യാവശ്യം നല്ല സമയമായില്ലേ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ പോയിന്റ് എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എം എന്ന് പറഞ്ഞാൽ എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, എ ബി വരച്ചു, എയും ബിയും ആയി. എം എന്ന് പറഞ്ഞാൽ എന്താ? എം എന്ന് പറഞ്ഞ പോയിന്റ് 4, -1 ആണ്. അത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. ഇനി പോയിന്റ് എൻ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എം ബി. എം ബി എന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് എൻ അല്ലേ. എൻ ഇവിടെ വരും. ഓക്കെ, എൻ എന്താ? 7, 3 ആണ്. ഓക്കെ, ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എം ബി. ഓക്കെ, അങ്ങനെയാണ് എൻ്റെയും ബിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. എൻ്റെയും ബിൻ്റെയും കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. സീനാണോ? ഒരു സീനുമില്ല. നിങ്ങൾ എൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് x1 y1 എടുക്കുക. ഓക്കെ, ബിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് x2, y2 എടുക്കുക. നിങ്ങൾക്കറിയാം എം ബിയുടെ മിഡ് പോയിന്റ് ആണ് എൻ. എം ബി എന്ന ലൈൻ ഇതാണ്, അതിൻ്റെ മിഡ് പോയിന്റ് ആണ് എൻ അല്ലേ. അപ്പോൾ എന്നിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 7 ആണ്. 7 അതെന്തായിരിക്കും? എമ്മിൻ്റെയും ബിൻ്റെയും എക്സ് കോർഡിനേറ്റ്സിൻ്റെ ആവറേജ് ആയിരിക്കും. സോ 4 + x2/2. ഓക്കെ, 7 is equal to 4 + x2/2 ആണ്. ഈ ഡിവൈഡഡ് ബൈ 2 അങ്ങോട്ട് കൊണ്ടുപോയാൽ RHS ആരാ ബാക്കി വരിക? 4 + x2. സോ 4 + x2 is equal to ഡിവൈഡഡ് ബൈ 2 7 എടുത്തോട്ട് പോയാൽ × 7 ആയി. സോ 7 × 2 2 14 14. ഈ × 4 അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ x2 is equal to what we will get? x2 is equal to നോക്ക് +4 അപ്പുറം പോയാൽ 14 - 4 10 ആയി. ഓക്കെ, x2 10 ആണ്. ഓക്കെ, സിമിലർലി നമുക്കറിയാം എൻ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് അല്ലേ, എം ബിയുടെ മിഡ് പോയിന്റ് അല്ലേ. അപ്പോൾ എന്നിൻ്റെ y കോർഡിനേറ്റ് 3 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടറ്റത്തുള്ള പോയിന്റ്സിൻ്റെ y കോർഡിനേറ്റ്സിൻ്റെ ആവറേജ്. സോ -1 + y2 -1 + y2/2 ആണ്. ഈ ഡിവൈഡ് ബൈ 2 3ൻ്റെ അടുത്തുകൊണ്ട് പോയാൽ 6 ആയി. 2 × 3 ആവും 6. -1 + y2. അപ്പോൾ y2 എന്താ വരിക? y2 കിട്ടണം ഈ -1 6ൻ്റെ അടുത്തോട്ട് പോകണം. 6 + 1 ആവണം. 6 + 1 ആവും 7. y2 7 ആണ്. സോ ബി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് കിട്ടി. ബി is equal to എന്താ? x2 y2 ആണല്ലേ. x2 y2 ആണ് ബി. അത് x2 എത്രയാ? 10. y2 എത്രയാ? 7. 10, 7 ആണ്. ഇനി നമുക്കറിയാം എ ബിയുടെ മിഡ് പോയിന്റ് ആണ് എം അല്ലേ. അപ്പോൾ എ ബിയുടെ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറയുമ്പോൾ എമ്മിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 4 അല്ലേ. എമ്മിൻ്റെ എക്സ് കോർഡിനേറ്റ് 4 ആണ്.
4 ആണ്. 4 is equal to എ ബി എമ്മിൻ്റെ എക്സ് കോർഡിനേറ്റ് 4 അല്ലേ. 4 എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടറ്റത്തുള്ള പോയിന്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സിൻ്റെ ആവറേജ്. രണ്ടറ്റത്തുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്, x1ഉം x2 ആണ്. അപ്പോൾ x1 പ്ലസ് x2 എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 10 കൊടുക്കാം ബൈ 2. ഓക്കെ അല്ലേ. ഇത് സോൾവ് ചെയ്താൽ 4 × 2 × 4 8 ആയി. അവിടെയുള്ള പ്ലസ് 10 ഇങ്ങോട്ട് വന്നാൽ -10 ആവും. 8 - 10 ആണ് ബാക്കി ഉണ്ടാവുക. അവിടെ x1 ബാക്കി ഉണ്ടാവും. ഓക്കെ, 2 ഡിവൈഡ് ബൈ 2 4 എടുത്തിട്ട് പോവുക, ഇൻറ്റു 2 ആയി. 4 × 2 8 ആവും. പിന്നെ അവിടെയുള്ള പ്ലസ് 10 8 എടുത്തിട്ട് വന്നാൽ 8 - 10 ആയി. അപ്പോൾ അവിടെ x1 ആണ് ബാക്കി ഉണ്ടാവുക. സോ x1 is equal to 8 - 10, that is -2 എന്ന് കിട്ടി. സിമിലർലി എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് അല്ലേ എ ബിയുടെ. അപ്പോൾ എമ്മിൻ്റെ y കോർഡിനേറ്റ് -1. -1 എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടറ്റത്തുള്ള പോയിന്റ്സിൻ്റെ y കോർഡിനേറ്റ്സിൻ്റെ ആവറേജ്. ഏതൊക്കെയത്, y1 + y2 / 2 ആണ്. അതിൽ y1 + y2 അല്ലേ, y2 നമുക്ക് കിട്ടിയല്ലോ 7 ആണ്. 7 കൊടുക്കുക ബൈ 2. ഇനി 2 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ -2 ആവും. 2 × -1 -2 ആയി. അവിടെയുള്ള +7 ഇങ്ങോട്ട് വന്നാൽ എന്തായി, -7 ആയി. സോ -2 -7 ആണ് y1 വരിക. അഥവാ y1 എന്ന് പറഞ്ഞാൽ എന്താ, -9 വരും. അപ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടി. പോയിന്റ്സ് ഏതൊക്കെ കിട്ടി, എ കിട്ടി. എ എത്രയാ, എ എന്ന് പറയുമ്പോൾ x1 y1 ആണ്. x1, y1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു x1 എത്ര കിട്ടിയത്, x1 -2 അല്ലേ, -2. y1 എത്ര കിട്ടിയത്, x1 എവിടെ കിട്ടിയത്, -2. y1 -9. -2, -9. ബിയോ, ബി നമുക്ക് കിട്ടിയത് x2, y2 ആണ് നമ്മൾ എടുത്തത്. സോ നമുക്ക് എന്ത് കിട്ടി, x2, y2 ബി 10,7 കിട്ടി. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതല്ലാതെ ഒരു ടെലിവിഷൻ സ്ക്രീനിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത്യാവശ്യം ടഫായിട്ട് ക്വസ്റ്റൻ ആണ്. പിന്നെ പോയിന്റ്സ് സർക്കിളിൻ്റെ ഉള്ളിൽ വരുമോ പുറത്ത് വരുമോ എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതൊക്കെ അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലുള്ള കംപ്ലീറ്റ് എൻ സി ആർ ടിയിലെ കംപ്ലീറ്റ് ടഫ് ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്കുള്ള 2 സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ടുള്ള ഇൻസ്റ്റാളിനും മൈൻഡ് മാപ്സും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള, കേരളത്തിൽ നിന്നല്ല ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ ബാച്ചാണ് സൈലത്തിൻ്റെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സുകളും പേൾ വീഡിയോസ്, റെക്കോർഡഡ് ക്ലാസ്സുകളും അതോടൊപ്പം ഇൻസ്റ്റാൾ ആൻഡ് മൈൻഡ് മാപ്പ് എന്നീ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാ സബ്ജക്ട്സിൽ സെക്കൻഡ് ലാംഗ്വേജ് ഒഴിച്ചിട്ടോ ഏതൊക്കെ ഉണ്ടാവും, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, മാത്സ്, ഇംഗ്ലീഷ്, ഇത്രയും ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ അഡ്വാൻസ്ഡിൻ്റെ സബ്ജക്ട്സും കൂടെ എല്ലാം കൂടെ ഒരു വർഷത്തേക്ക് ആകെ വരുന്ന ഫീസ്, നിങ്ങൾ 3 പ്ലാൻ ഉണ്ട്, ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ. അതിൽ ബേസ് പ്ലാൻ എടുക്കേണ്ട, ബാക്കി 2 പ്ലാനിൽ ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എന്താണ് ഡിഫറൻസ് അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. പക്ഷേ ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ബേസ് പ്ലാൻ എടുക്കണമെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ബേസ് പ്ലാനിൽ നിങ്ങൾക്ക് ഈ റെക്കോർഡഡ് വീഡിയോസും അതേപോലെ മൈൻഡ് മാപ്പും ഇൻസ്റ്റാളിനും കിട്ടില്ല. ആകെ ഒരു വ്യത്യാസം 1000 rupees ഇൻഫിനിറ്റിയിലേക്ക് മാറുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രോ ബാച്ചോ ചൂസ് ചെയ്യുക. അത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് സൈലം ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഡസൻ മീൻ അതിൻ്റെ ക്വാളിറ്റി എത്രയുള്ളൂ അല്ലെങ്കിൽ അതിൽ അത്ര ഇൻഫർമേഷൻസ് ഉണ്ടാവുള്ളൂ. ഒരിക്കലല്ല, നിങ്ങളൊരു 40,000 രൂപ അല്ലെങ്കിൽ ഒരു 50,000 rupees പേയ്മെൻറ്റ് അടച്ചിട്ട് ജോയിൻ ചെയ്യുന്ന ട്യൂഷൻ ക്ലാസ്സുകളുടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ മക്കളെ. കൃത്യമായിട്ട് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്ത് ഈ അക്കാദമിക് ഇയർ മൊത്തം നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് ഏറ്റവും മികച്ച മാർക്കിലേക്ക് നമുക്ക് എത്തിച്ചേരാം.